മാനവരാശിയുടെ പ്രാരംഭകാലം മുതൽക്കുതന്നെ പക്ഷികളിലും മൃഗങ്ങളിലും കാണപ്പെട്ടിരുന്ന പല രോഗങ്ങളും മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയായി തീർന്നിട്ടുണ്ട്. പക്ഷിമൃഗാദികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗസമുച്ചയം മനുഷ്യരാശിയുടെ അതിജീവനത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി മാറാൻ സാധ്യതയുള്ള തീവ്രവും മാരകവുമായ ഒരു ജന്തുജന്യ രോഗമാണ് പക്ഷിപ്പനി. സാധാരണയായി പക്ഷികളിൽ നിന്നും വിരളമായി പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പക്ഷിപ്പനി. പക്ഷിപ്പനിക്ക് കാരണമായ തീവ്രവും മാരകവുമായ H5N1 വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹകർ വൈൽഡ് വാട്ടർഫോൾ വിഭാഗത്തിൽപ്പെട്ട ദേശാടന പക്ഷികളാണ്. ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകൾ പക്ഷികളിൽ രണ്ടു തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ രോഗബാധിതരായ പക്ഷികളിൽ മുട്ടയിടുന്നതിന്റെ എണ്ണം കുറയുക, തൂവൽ കൊഴിഞ്ഞു പോകുക തുടങ്ങി സാധാരണയായി ശ്രദ്ധയിൽപ്പെടാത്തതും തീവ്രമല്ലാത്തതുമായ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഈ വൈറസുകൾ തീവ്ര സ്വഭാവമുള്ളവയായി രൂപാന്തരം പ്രാപിക്കുകയും പക്ഷികളിൽ അതിവേഗം മരണനിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബേർഡ് ഫ്ലൂ അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് ഒരു പുതിയ വൈറസ് അല്ല. 19-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭകാലം മുതൽക്ക് തന്നെ അറിയപ്പെട്ടിരുന്ന ഈ വൈറസിനെ ലോകത്തിലാദ്യമായി ഇറ്റലിയിലാണ് കണ്ടെത്തിയത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും തീവ്രവും മാരകവുമായ രോഗവ്യാപന ശേഷിയുള്ള H5N1 വൈറസിനെ 1997 ഹോങ്കോങ്ങിൽ കണ്ടെത്തി. 97 കണ്ടെത്തിയ ഈ വൈറസുകൾ 2005 നവംബർ വരെ 125 പേർക്ക് രോഗബാധ ഉണ്ടാക്കുകയും വിയറ്റ്നാം, കൊളംബിയ, തായ്ലൻഡ്, ഇറ്റലി, റൊമാനിയ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി 64 പേരുടെ വിലപ്പെട്ട ജീവൻ അപഹരിക്കുകയും ചെയ്തു. ഏഷ്യയിലും യൂറോപ്പിലുടനീളവും 32 രാജ്യങ്ങളിൽ ഈ രോഗം പടർന്നു പിടിക്കുകയും 120 ദശലക്ഷം പക്ഷികൾക്ക് രോഗബാധ ഉണ്ടാവുകയും അവയെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഗുജറാത്ത് സംസ്ഥാനത്തിൽ സൂററ്റ് ജില്ലയിൽ കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞു. 2006 ഫെബ്രുവരി 13 സൂററ്റിലെ ഉച്ഛൽ താലൂക്കിൽ കോഴികളിൽ നിന്നെടുത്ത 13 രക്തസാമ്പിളുകളിൽ 2 പക്ഷിപ്പനിയുടെ രോഗാണു ഉള്ളതായി സ്ഥിരീകരിച്ചു. ഇന്ത്യയിലും തീവ്രമായ പക്ഷിപ്പനി രോഗബാധ സമാഗതമായി എന്നാണ് ഇതർത്ഥമാക്കുന്നത്. H5N1 എന്ന മാരകമായ ഇൻഫ്ലുവൻസ വൈറസ് മനുഷ്യരിലേക്ക് രോഗവ്യാപനം സാധ്യമെന്നത് രോഗബാധയുള്ള പക്ഷികളും അവയുടെ വിസർജ്യങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലമാണ്. രോഗബാധയുള്ള പക്ഷികളുടെ വിസർജ്യത്തിൽ നിന്നും അസംഖ്യം രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് മൂലം വായുവിലൂടെയുള്ള രോഗപ്രസരണത്തിന് കാരണമാകുന്നു. രോഗബാധിതരായ പക്ഷികളുടെ ഉമിനീരിലൂടെയും മൂക്കിലൂടെ പുറത്തുവരുന്ന ദ്രവത്തിലൂടെയും H5N1 വൈറസുകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ മനുഷ്യ ശരീരത്തിൽ എത്തപ്പെടുന്നു. അതിലുപരി രോഗബാധിതരായ പക്ഷികളുടെ മാംസത്തിലൂടെയും രക്തത്തിലൂടെയും മുട്ടയിലൂടെയും രോഗാണുക്കൾ മനുഷ്യരിൽ പ്രവേശിക്കുന്നു. പക്ഷിപ്പനി രോഗബാധ മനുഷ്യ സമൂഹത്തിൽ ഉളവാക്കുന്ന അപകട സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. മറ്റ് വൈറസ് രോഗങ്ങളെ പോലെ പനി, ചുമ, ക്ഷീണം, ശ്വാസതടസ്സം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാക്കുമെങ്കിലും 70% രോഗികളിലും വയറിളക്കം, ഛർദി, വയറുവേദന എന്നീ രോഗലക്ഷണങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത്.
50% രോഗികളിൽ തീവ്രവും മാരകവുമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. വൈറൽ ന്യൂമോണിയ, വിവിധ ആന്തരിക അവയവങ്ങളുടെ സ്തംഭനം എന്നിവ ദ്രുതഗതിയിൽ സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാ പ്രായക്കാരിലും ഈ രോഗം കണ്ടുവരാറുണ്ടെങ്കിൽ തന്നെയും ചെറുപ്പക്കാരിലും കുട്ടികളിലുമാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. പക്ഷിപ്പനിക്ക് കാരണമായ H5N1 എന്ന ഈ വൈറസുകൾ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ വെച്ച് തന്നെ രൂപാന്തരം പ്രാപിച്ച് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അതിമാരകമായ രീതിയിൽ രോഗപകർച്ച ഉണ്ടാകുവാനുള്ള സാധ്യത അതിവിദൂരമല്ല. പക്ഷിപ്പനി രോഗബാധ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരത്തിനായി പക്ഷികളെ കൊന്നതിനു ശേഷം തൂവൽ പറിച്ചുമാറ്റി വൃത്തിയാക്കുന്നതിലൂടെയും രോഗവ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മേൽപ്പറഞ്ഞ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ കൈകൾ ശുദ്ധജലവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണ്. മാംസക്കച്ചവടക്കാർ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ മാസ്ക് ധരിക്കുന്നതും കയ്യുറകൾ ഉപയോഗിക്കുന്നതും ഈ രോഗം തടയാൻ ഒരു പരിധിവരെ സഹായകമാകുന്നു. രക്തപാനം, പച്ചമാംസം, പച്ചമുട്ട എന്നിവ കഴിക്കുന്നതിലൂടെയും രോഗബാധ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. 70 ഡിഗ്രി സെന്റിഗ്രേഡിൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും മാംസം വേവിച്ച് കഴിക്കുന്നതിലൂടെയും രോഗബാധ തടയാം. നാം അധിവസിക്കുന്ന പ്രദേശത്ത് പക്ഷികൾ കൂട്ടത്തോടെ ചത്തുവീഴുകയോ രോഗബാധയുള്ള പക്ഷികളെ കണ്ടെത്തുകയോ ചെയ്താൽ അവയെ എത്രയും വേഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൂടെ തുടർന്നുള്ള രോഗബാധ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സഹായകമാകുന്നു. പക്ഷിപ്പനി മാരകമാണ്. കാലേക്കൂട്ടിയുള്ള രോഗനിർണയവും ചികിത്സയും വിലപ്പെട്ട ജീവൻ നിലനിർത്തുവാൻ സഹായകമാകുന്നു. പക്ഷിപ്പനി നിവാരണം ഓരോ പൗരന്റെയും കടമയും കർത്തവ്യവുമാണ്.